ജാക്കി സ്പോട്ടിൽ ഇപ്പോൾ വീണ്ടും മാൽപ്പെ മുങ്ങി. മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ മാൽപ്പെ ഇപ്പോൾ വീണ്ടും മുങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെയാണ് ഈശ്വർ മാൽപ്പെ മുങ്ങിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 9ാമത്തെ ഡൈവാണ് മാൽപ്പയുടേത്. സംശയം തോന്നിയ സ്ഥലത്തേക്ക് വീണ്ടും ഒന്നുകൂടി ഊളിയിട്ടിരിക്കുകയാണ് ഈശ്വർ മാൽപ്പെ. ഈശ്വർ മാൽപ്പയുടെ കർണാടകയുടെ ജലമനുഷ്യൻ്റെ അത്ഭുതകരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ നമ്മുടെ അർജുനെ തിരികെ പിടിക്കാൻ ഈശ്വർ മാൽപ്പെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കുത്തൊഴുക്കുള്ള സമയത്തും ഗംഗാവലി പുഴയിൽ മുങ്ങിയിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ ഈശ്വർ മാൽപ്പെ പുഴയിൽ മുങ്ങി നിവർന്നിരിക്കുകയാണ്. ഒരു 30ാമത്തെ സെക്കൻഡിൽ, അതായത് മറ്റ് സംവിധാനങ്ങളും മറ്റുപകരണങ്ങളുടെ സഹായമില്ലാതെ മാൽപ്പെ മുങ്ങി 30 സെക്കൻഡിനുള്ളിൽ പൊങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ എന്തെങ്കിലും സാധ്യതകളും സൂചനകളും മാൽപ്പയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. 3ാമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. മാൽപ്പെ അവിടെ തന്നെ തുടരുകയാണ്. മാൽപ്പയുടെ സഹഡൈവർ ഇപ്പോൾ ജാക്കി സ്പോട്ടിൽ ഇപ്പോൾ മുങ്ങി തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പെ 9 തവണ ഡൈവിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. 10ാമത്തെ തവണ ഡൈവിലേക്ക് പോകുന്നു. അദ്ദേഹം സ്പെക്സ് വെച്ചു, കണ്ണാടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഡൈവിങ്ങിനെ സഹായിക്കുന്ന വീണ്ടും ഡൈവ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ഡൈവ് ചെയ്യുന്നു. 10ാമത്തെ ഡൈവിലേക്ക് പോകുന്നു ഈശ്വർ മാൽപ്പെ. 10ാമത്തെ ഡൈവാണ്. ആ ഭാഗത്ത് എന്തോ ഒരു സംശയം ഈശ്വർ മാൽപ്പയ്ക്കുണ്ട്. 3ാമത്തെ സ്പോട്ടാണ്. വളരെ നിർണായകമായ സ്പോട്ടാണ്. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന സ്പോട്ടാണ്. 12:51 തുടങ്ങിയ ഇപ്പോൾ മറ്റുപകരണങ്ങളൊന്നുമില്ലാതെ കണ്ണ് മാത്രം ധരിച്ച്, സ്പെക്സ് മാത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. നമുക്ക് പൂർണ്ണമായും അവിടെ തന്നെ കേന്ദ്രീകരിക്കണം. നാവികസേനയും ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് വേണം. അധിക ദൂരം നീങ്ങിപ്പോകാൻ കഴിയില്ല ഈശ്വർ മാൽപ്പയ്ക്ക്. പക്ഷേ ഈശ്വർ മാൽപ്പെ പുഴയുടെ ഏകദേശം മധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ മൺകൂനെ കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് ഈശ്വർ മാൽപ്പയുടെ തോളത്ത് സിലിണ്ടർ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഈശ്വർ മാൽപ്പെ കണ്ണാടി ധരിച്ചു പോകുന്നു. മറ്റു സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ഈശ്വർ മാൽപ്പെ ഗംഗാവാലി പുഴയുടെ മധ്യത്തിലേക്ക് ഇപ്പോൾ നീന്തി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 10ാമത്തെ ഡ്രൈവിലേക്കാണ് പോയിരിക്കുന്നത്. 9 ഡൈവുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈശ്വർ മാൽപ്പെ. മാൽപ്പയുടെ 10ാമത്തെ ഡൈവിംഗ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗംഗാവലിയിൽ 9 തവണ ഇപ്പോൾ ഡൈവിംഗ് പൂർത്തിയാക്കി പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ വീണ്ടും പുഴയിൽ മുങ്ങി നിവർന്നിരിക്കുന്നു. മറ്റു സംവിധാനങ്ങളില്ലാതെ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ കയ്യിൽ ഒരു അണ്ടർ വാട്ടർ ടോർച്ച് പ്രേക്ഷകർക്ക് കാണാം. ആ അണ്ടർ വാട്ടർ ടോർച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സിലിണ്ടറുകളെല്ലാം മാറ്റി, അദ്ദേഹത്തിൻ്റെ ശ്വസന ഉപകരണം മാറ്റി, പകരം കണ്ണാടിയും അണ്ടർ വാട്ടർ ടോർച്ചും മാത്രമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഉപയോഗിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം. അതിസാഹസികമായ തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഈ 3ാമത്തെയോ 4ാമത്തെയോ ജാക്കി സ്പോട്ട് കണ്ട ഭാഗത്തോ കരയുടെ തീരത്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നു തന്നെ കണ്ടെത്താൻ സാധിക്കണം. എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പെ. ഇനി ഈശ്വർ മാൽപ്പെ നേരത്തെ ജാക്കി കണ്ടെത്തിയ സ്പോട്ടിലേക്ക് പോകുമോ, അതല്ല ഇവിടെ നിന്ന് അദ്ദേഹം നൽകുന്ന കമ്മ്യൂണിക്കേഷനുകൾ എന്താണ് എന്നത് വ്യക്തവുമല്ല. നമുക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി ഈശ്വർ മാൽപ്പെ മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അണ്ടർ വാട്ടർ ടോർച്ച് ഉപയോഗിച്ച് ചെറിയ ഡൈവുകളാണ്, ഷോർട്ട് ഡൈവുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ സംശയം തോന്നിയ സ്ഥലത്ത് കൂടുതൽ ആഴത്തിൽ വളരെ പെട്ടെന്ന് തിരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ സംഘാംഗങ്ങൾ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജാക്കി സ്പോട്ടിൽ തന്നെയാണ് മാൽപ്പെ ഉള്ളത്, അല്ലേ? ഏറ്റവും നിർണായകമായ ഒരു തിരച്ചിലിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 30ാമത്തെ ദിനം നമ്മളുടെ പ്രിയപ്പെട്ട അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുമ്പോൾ ഈശ്വർ മാൽപ്പെ എന്ന കർണാടകയുടെ ജലമനുഷ്യൻ 10ാമത്തെ ഡൈവും പൂർത്തിയാക്കുമ്പോൾ ചില സൂചനകൾ മുന്നിലേക്ക് വയ്ക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. മാൽപ്പയും നേവിയും പുഴയിൽ മത്സരിച്ച് തിരയുകയാണ്.
നേവിയുടെ 20 മിനിറ്റിലധികം വരുന്ന 2 ഡൈവുകളടക്കം 5 ഡൈവുകൾ നേവി പൂർത്തിയാക്കിയിരിക്കുന്നു. 10 ഡൈവുകൾ പൂർത്തിയാക്കി. അതിലൊരു ഡൈവ് 19 മിനിറ്റും 3 സെക്കൻഡുമായിരുന്നു. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, വളരെ നിർണായകമായ തിരച്ചിലിൽ ചില സൂചനകൾ കിട്ടിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ജാക്കി കണ്ടെടുത്ത അതേ സ്ഥലത്താണോ ഈശ്വർ മാൽപേ തുടർച്ചയായി ചെറു ഡൈവുകളിലൂടെ വലിയ സാധ്യതകളും സൂചനകളും ഉണ്ട് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ടിലാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ 8ാം ഡൈവിൽ ഏതാണ്ട് 100 മീറ്ററോളം നീളത്തിലാണ് അദ്ദേഹം പുഴയുടെ താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15-20 അടി തീരത്തോട് നിന്ന് 15-20 അടി ദൂരം മാറിയായിരുന്നു അദ്ദേഹം മുകൾ ഭാഗത്തേക്ക് നീന്തി അവിടെയൊക്കെ പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിനുശേഷം ഇപ്പോൾ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിൻവശത്തുള്ള ആ ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ ഈ ഡൈവ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടെ അദ്ദേഹം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 3-4 ഡൈവ് കൂടി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഈ നാവികസേന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും അതായത് പുഴയുടെ മധ്യഭാഗത്തേക്ക് അവിടെ നിന്ന് തെരച്ചിൽ നടത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് ആംഗ്യങ്ങളിലൂടെ കാണാൻ കഴിയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ മാൽപ്പയും അതോടൊപ്പം തന്നെ മാൽപ്പയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹ ഡൈവറും ആ മേഖലയിൽ തന്നെയുണ്ട്. കൂടുതൽ പരിശോധനയ്ക്ക് തെരച്ചിലിന് ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്ന ഒരു ഇടവേള തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 8ാമത്തെ ഡൈവ് അദ്ദേഹത്തിൻ്റെ ഇന്ന് നടത്തിയ ഡൈവുകളിൽ ഏറ്റവും ദീർഘമായതാണ്. ഏതാണ്ട് 20 മിനിറ്റോളമാണ് ആ ഡൈവ് നീണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാക്കി സ്പോട്ടിലേക്ക് ഈശ്വർ മാൽപേ എത്തിയിരിക്കുന്നത്. അവിടെ 2-3 പ്രാവശ്യം പരിശോധന നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സിലിണ്ടർ ധരിച്ചുകൊണ്ട് ദൂരസ്ഥലത്തേക്ക്, അതായത് പുഴയുടെ മധ്യഭാഗത്തേക്ക് തെരച്ചിൽ നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നാവിക സംഘം ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ NDRFൻ്റെ 2 യൂണിറ്റും അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ മേഖല കേന്ദ്രീകരിച്ച് ഒരേ കേന്ദ്രത്തിൽ പരിശോധന നടത്തുകയാണ് നാവികസേനയും അതോടൊപ്പം തന്നെ NDRFും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും. നേരത്തെ സ്പോട്ട് 3-ൽ അവർ ഇതേ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് 8ാമത്തെ ഡൈവിന് ശേഷം ഇവിടെ ഈ ജാക്കി സ്പോട്ട് എന്ന് നമ്മൾ പറയുന്ന ആ മേഖലയിലേക്ക് എത്തുകയും അവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ അവിടേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നത്, അവരെന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈശ്വർ മാൽപ്പേ ഏതാണ്ട് അരമണിക്കൂർ വീണ്ടും എനിക്ക് തോന്നുന്നു ഈശ്വർ മാൽപ്പയ്ക്ക് സിലിണ്ടറുകൾ ഘടിപ്പിച്ച് വീണ്ടും ഈശ്വർ മാൽപ്പയ്ക്ക് ഉപകരണങ്ങൾ നൽകുകയാണ്. ഈശ്വർ മാൽപ്പയ്ക്ക് എന്തോ ബലപ്പെട്ട സംശയം ആ ഭാഗത്തുണ്ട്. നേരത്തെ ജാക്കി കണ്ടെടുത്ത അതേ ഭാഗത്താണ്, ജാക്കി സ്പോട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിച്ച സ്ഥലത്താണ്. അത് കരയിൽ നിന്ന് 100 അടി അകലത്തിലും 35 അടി താഴ്ചയിലുമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ആ സ്ഥലത്തെയാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ NDRFൻ്റെ സംഘമുണ്ട്. നാവികസേന 5 ഡൈവുകൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഈശ്വർ മാൽപ്പേ 10 ഡൈവുകൾ പൂർത്തിയാക്കി. 11ാമത്തെ ഡൈവിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഉപകരണങ്ങളെല്ലാം ചുമലിലേറ്റി ലക്ഷ്മണന്റെ കടയുടെ പുറകിൽ ഇന്നലെ ജാക്കി കണ്ടെടുത്ത സ്ഥലത്ത് അതേ സ്പോട്ടിൽ NDRFൻ്റെ സംഘം. അർജുനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ?